അപ്പോൾ ഇതാണ് കേസ്, നമുക്കിത് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേസ്. നമുക്ക് കുറച്ച് നേരമായിട്ട് ഇതേ ഓർഡേഴ്സ് ഒന്നും വരുന്നില്ല. അതായത് ടോട്ടൽ നമുക്ക് 89 റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. അത് പോയിന്റ് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഹേ ഗൈസ്, അപ്പോൾ അതെ ഞാൻ ഒരു പുതിയ ലുക്കിലൊക്കെയാണ്. മീശയൊക്കെ ഓടിച്ചു. ചുമ്മാ ഇരുന്നപ്പോൾ അങ്ങ് വിചാരിച്ചു മീശ പഠിക്കാന്ന്. ചുമ്മായിരിക്കും ജോന് പലതും തോന്നും, മുടി വെട്ടിക്കളയണമെന്ന്, മീശ എടുക്കണമെന്നൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ലുക്ക്? അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോഴേ നമ്മൾ ഈ സൊമാറ്റോ ഓടുന്ന ആൾക്കാരെ കാണത്തില്ലേ, അത് കാണുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഇവരെന്ത് കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുന്നത്, എങ്ങനെയായിരിക്കും ഇവരുടെ ബിഹൈൻഡ് ദി കൊടുക്കുന്നൊരു സീൻ എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് ഒന്ന് എന്താണത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നല്ലേ. അപ്പോൾ നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇന്ന് പോവുകയാണ്. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ഇതിൻ്റെ ഇടയിലുള്ള അവരുടെ ട്രാവലിങ്ങും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാന്ന് വെച്ചു. എത്രയെങ്കിലും അവരെ സേവ് ചെയ്യുന്നത്, എത്രയെങ്കിലും അവർക്ക് കിട്ടുന്നത്, എക്സ്പെൻസ് എങ്ങനെ, ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ നമുക്കിത് ബാഗൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ബാഗ്. ഡ്രസ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിത് ഇറങ്ങുവാണ്. കേസ് നമ്മുടെ സൊമാറ്റോ കേസ് ആയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ബാഗുണ്ട്. ഞാൻ പള്ളിയിൽ അച്ഛനെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ കേസ്. കുഴപ്പമില്ല സൊമാറ്റോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൽ കയറി ലോഗിൻ ചെയ്യണം. സൊമാറ്റോ ഡെലിവറി ആപ്പ് എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആപ്പിൽ കയറി ലോഗിൻ ചെയ്യണം. ഇപ്പോൾ കണ്ട കേസ് ലോഗിൻ ആയിട്ടുണ്ട്. കണ്ടോ? അപ്പം കേസ് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് പോകാമെന്നാണ് തോന്നുന്നത്. നമ്മളിത് ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മളിത് ഇവിടെയാണ് നിൽക്കുന്നത്. ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം കേസ്, എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം ഒന്ന്. ഫസ്റ്റ് ഡെലിവറി എങ്ങനെ അടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേസ്. ഞാൻ എക്സൈറ്റഡ് ആണ്. മാളോ എങ്ങനെയാ ഫസ്റ്റ് ഡെലിവറി എങ്ങനെയാണെന്ന് ലൈഫിൽ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ സൊമാറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ലൈഫിൽ ഇത് ആദ്യമായിട്ട് സൊമാറ്റോ ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ബാഗ്. ആണിതാ ഈ ബാഗ് ഇട്ടോ. എന്താ ഉള്ളത്? എൻ്റെ സ്റ്റിക്കറൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേസ്. സ്റ്റിക്കറൊന്നും കിട്ടില്ല. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലല്ലോ, പറ്റിച്ചതാണോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഡെലിവറി ചെയ്യണം കേസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കണം. സമയം കളയണ്ട മാളൂ, നമുക്ക് പോവാം. ഫസ്റ്റ് ഓർഡർ വരുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേസ്, നമുക്കിത് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേസ്. പിസ്സ ഹട്ട് പാപ്പനം കൂടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വന്ന വഴി ഇനി തിരിച്ചു പോകണം കേസ്. ഫസ്റ്റ് ഓർഡർ എടുക്കാൻ പോകാം. അപ്പോൾ കേസ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ എടുക്കാനുള്ളത്. ഇതിലിനി ഇവിടെ റീച്ച് പിക്കപ്പ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇതാണ് 5 മിനിറ്റ്. ഇനി ഒരു 5 മിനിറ്റ്സ് ഉണ്ട് കേസ്. 5 മിനിറ്റ്സ് വെയിറ്റിംഗ് ആണ് ഇവിടെ. പെട്ടെന്ന് കിട്ടിയാലോ ഫുഡ്. അപ്പോൾ കേസ് നമുക്കിത് ഓർഡർ റെഡിയായെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആണോ? അപ്പോൾ ഇവിടെ ഇനി ഓക്കെ ഞാൻ പിക്കിങ് കൊടുക്കുക. ഇനി നമുക്ക് പോയി ഓർഡർ എടുക്കാം കേസ്. അങ്ങനെ ഫസ്റ്റ് ഓർഡറാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ പിക്ക് ദ ഓർഡർ കൂടെ കൊടുക്കണം. ഈ ബാഗുള്ളത് കൊള്ളാം കേട്ടോ കേസ്. ഇത് എന്തായാലും യൂസ്ഫുള്ളാണ്. കാരണം ഇപ്പോൾ ഇത് മഴയാണ്, പിന്നെ നമുക്ക് വച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. ഇപ്പം സൈഡിൽ തൂക്കിയല്ലേ കയ്യിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പാടല്ലേ. ഈ ബാഗ് എന്തായാലും യൂസ്ഫുള്ളായിട്ടൊരു സംഭവം തന്നെ കേട്ടോ ഇവർക്ക്. അപ്പോൾ 6 മിനിറ്റാണ് കാണിക്കുന്നത്. 2.5 കിലോമീറ്റർ കേട്ടോ. അത് ചെറുതായിട്ട് ചാറുന്നുണ്ട്. നന്നായിട്ട് വരുമോ ഉറക്കമോ
നമ്മുടെ ഫസ്റ്റ് ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവാണ്. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്യുന്നു. ഓക്കെ ഏട്ടാ, കൊടുക്കുമല്ലോ. അപ്പോൾ അവർ 12B-യിലാണ് നമുക്ക്. അപ്പോൾ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കും. പിന്നെ അടുത്തത് ഓർഡർ ഡെലിവേർഡെന്ന് ഇവിടെ കൊടുക്കണം. അപ്പം നമ്മുടെ ഏണിങ്സ് എത്ര കിട്ടിയെന്ന് നമുക്ക് വരും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നിന്ന് 35 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. അടുത്ത ഓർഡർ വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെയാണോ വെയിറ്റ് ചെയ്യണ്ടേ? അല്ല, പോവാം. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ഓർഡർ വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചായയും കൂടെ കുടിക്കാം. ടീ ബ്രേക്ക്. അപ്പം നമ്മളിത് വഴിയിൽ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് കാര്യം. എല്ലാവരും ഇങ്ങനെ ഈ സൊമാറ്റോ ഓടുന്നവരൊക്കെ വഴി നിൽക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരമായിട്ട് ഇതേ ഓർഡേഴ്സൊന്നും വരുന്നില്ല. ഇതുകൊണ്ടായിരിക്കും ഇവരും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വഴിയിൽ നിന്ന് നിരന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതാണ് റീസൺ, ഓർഡേഴ്സ് കിട്ടാത്തതാണ്. അപ്പോൾ നമ്മളും അടുത്ത ഓർഡറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. നമ്മളിത് 3 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ 4:08 അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 35 രൂപയാണ്. ഒരൊറ്റ ഓർഡർ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഓടുന്നവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ദിവസം ഫുള്ള് ഓടിയാലേ ഇവർക്ക് ഒരു ദിവസം ഒരു 1000 രൂപയെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഫുള്ള് വണ്ടി ഓടിച്ച് അലഞ്ഞി വെയിലത്തൊക്കെ ഓടുമ്പോൾ ഉണ്ടല്ലോ, നല്ല കഷ്ടപ്പാടാവുന്നുണ്ട്. അപ്പോൾ കഷ്ടപ്പാട് തന്നെയാണ് ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരുടെ. അപ്പോൾ ഈ കൊടുക്കുമ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരു അരഗൻ നേച്ചറുണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഓർഡർ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അവരിതൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ട് അവരുടെ ഒരു ലൈഫിൽ ഈ വെയിലൊക്കെ കൊണ്ട് ഇത് കഷ്ടപ്പെട്ടിട്ടൊക്കെ അവർ നമുക്ക് ഫുഡ് എത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് അവരുടെ അടുത്തൊരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർ ഫുഡ് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഗൈസ് നമുക്കിത് അവിടെ നിന്നിട്ട് ഓർഡറൊന്നും അടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് അടുത്ത സ്ഥലത്തെത്തി. ഇപ്പോൾ ടൈം വന്നിട്ട് 4:18 ആയിട്ടുണ്ട്, 4:17 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ ഒരു ഓർഡർ പോലും അടിച്ചിട്ടില്ല. ഒരൊറ്റ ഓർഡർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മാളു. നമുക്ക് ഈ ഡെലിവറി പേഴ്സൻ്റെയൊക്കെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്താണെന്ന് നമുക്ക് കൂടെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത ഓർഡറിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. കട്ട പോസ്റ്റ് ആണ് ഗൈസ്, കട്ട പോസ്റ്റ്. ഗൈസ് സമയം കണ്ടോ, ഓർഡർ ഒന്നും വരുന്നില്ല. പോസ്റ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശർമാസ് പഞ്ചാബി ധാബ. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് പഞ്ചാബി ധാബയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് അടുത്ത ഓർഡർ എടുക്കേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ. നമുക്ക് എന്നിട്ട് പിക്ക് ദ ഓർഡർ കൊടുക്കാം. നമുക്കപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്. മഴ. ഇനി ഓർഡർ എങ്ങനെ കൊടുക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മഴ തീർന്നാലേ പോകാൻ പറ്റുള്ളൂ. റെയിൻ കോട്ടൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ ഗൈസ് മഴ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി ഡെലിവറി ചെയ്യാം. അപ്പോൾ തന്നെ ലേറ്റായി. നമ്മുടെ പോലെ ഒരു സൊമാറ്റോ പോയി പോകുന്നു. നമ്മളിത് അടുത്ത ഡെലിവറി ചെയ്യാൻ പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൺലൈനിൽ പെയ്ഡാണ്. അതുകൊണ്ട് നമുക്ക് പൈസ വാങ്ങേണ്ടതില്ല. നമുക്കപ്പോൾ ഓർഡർ ഡെലിവേർഡും കൂടെ കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 70 രൂപ കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്കിനി അടുത്ത ഓർഡർ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. അടുത്ത ഓർഡർ വന്നു ഗൈസ്. യെസ്, ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, മൂന്നാമത്തെ ഓർഡർ പെട്ടെന്ന് വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ പെട്ടെന്ന് ഡെലിവറി ചെയ്യാം കേട്ടോ. മഴ ഇങ്ങനെ കടുത്ത് കിടക്കുന്നുണ്ട്. എപ്പോൾ വേണം എന്തെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യണം. അടുത്ത് ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ഉള്ളൂ. നമുക്കിനി അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് ഓർഡർ എടുക്കാം. അപ്പോൾ അതെ, അടുത്ത ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി പിന്നെ ഡെലിവറി എടുക്കുകയാണ്. ഓക്കെ, അടുത്ത ഡെലിവറിയും കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ കിട്ടിയ എമൗണ്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിതിൽ ടോട്ടൽ 89.5 കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. അടുത്ത് എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. നാലാമത്തെ ഓർഡറാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഇവിടെ വന്നിട്ട് 5 മിനിറ്റ് ഡിലേ ഉണ്ട്. എന്തായാലും കുറച്ച് കോസ്റ്റാണ്, വെയിറ്റ് ചെയ്യാം. എന്താണ് സൊമാറ്റോയുടെ എക്സ്പീരിയൻസ് എന്നാണ് ഇതിൽ? നമുക്ക് ഫുൾ ടൈം ആയിട്ട് ഓടുകയാണെങ്കിൽ നമുക്ക് അല്ലാതെ എന്ത് ജോലിക്ക് പോകണമെങ്കിൽ വരുമാനം കിട്ടും. ഡെയിലി എത്രയാണ്, എത്ര ദിവസം കിട്ടും? എനിക്ക് 2000, 2200, 1700 അതിന് മുകളിലോട്ട് കിട്ടും. രാവിലെ ഇറങ്ങുന്നുണ്ടോ? ഞാൻ 11 മണിക്കാണ് ഇറങ്ങുന്നത്. 11 മണി തൊട്ട് രാത്രി 11 മണി വരെയൊക്കെ ഓർഡറുള്ളത്. അഥവാ ഓർഡർ ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് ഞാൻ പോകും. എങ്ങനെ, ഓക്കെയാണോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. സ്വിഗ്ഗിയിൽ ഓടിയിട്ടുണ്ട് ഞാൻ മുമ്പ്. ഇതാണ് ബെറ്റർ അല്ലേ? പാർട്ട് ടൈമായിട്ടേ അത് ഓടാൻ പറ്റുള്ളൂ. വേറെ കുറച്ച് ലോങ് കൂടുതലല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് അത്യാവശ്യം ഓക്കെയാണ് പുള്ളിക്കാരൻ. ഡെയിലി 2000 അടുപ്പിച്ച് കിട്ടുവാണെങ്കിൽ ഓക്കെ ആണല്ലേ ബ്രോ? നോർമൽ ഒരു ജോലിക്ക് പോയാലും ഈ ഒരു റേറ്റ് കിട്ടണമെന്നില്ല. ചിലവർക്ക് ഡെയിലി 500 അങ്ങനെയൊക്കെ ആയിരിക്കും സാലറിയുടെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഈ വെയിൽ കൊണ്ട് ഓട്ടിക്കണമെന്ന് വെച്ച് നോക്കുമ്പോഴേ കഷ്ടപ്പാട് തന്നെയാണ്. ഏതൊരു ജോലിക്ക് അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. ഓഫീസാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് വർക്ക് ചെയ്യണം. ഇത് കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഇത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, അത്രേ ഉള്ളൂ. നല്ല ജോലിയാണ്. അതെ, ഇത് അത്യാവശ്യം വണ്ടി റൈഡിങ് ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് നല്ല ജോലിയാണ്. പക്ഷേ വെയിലൊക്കെ കൊണ്ടേ കഷ്ടപ്പാടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സ്ഥിരം അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അവിടെ പോയി നമുക്ക് ചിലപ്പോൾ അവരെ കോൾ ചെയ്താൽ കിട്ടണമെന്നില്ല. അങ്ങനെ കുറച്ച് മതി. ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു നെഗറ്റീവ് സൈഡുണ്ട്. അത്രയൊക്കെ ഉള്ളൂ അല്ലേ? അപ്പോൾ ജസ്റ്റ് 13 മിനിറ്റ് ഡിലേ ഉണ്ട്. നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഡെലിവറി. നമ്മളങ്ങനെ ആ ഡെലിവറിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ. ഇനി അടുത്തത് കിട്ടുമെന്ന് നോക്കാം. ഞങ്ങളെന്തായാലും 7 മണി വരെ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡെലിവറി ആയിരിക്കും ഗൈസ്. കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഡെലിവറി. അതെ ഗൈസ്, അടുത്ത ഓർഡർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അടുത്ത ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫൈനൽ ഓർഡറാണ്. നമ്മൾ 7 മണി വരെയുള്ള ഗിഗ് എടുത്തിട്ടുള്ളൂ. ഇതിൽ ഗിഗ് സിസ്റ്റമാണ്. നമുക്ക് സ്ലോട്ട് എടുക്കണം. പ്രീ ബുക്ക്ഡ് ആണ്. നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്കിത് ഓടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ 3 to 7 എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് ഓർഡറാണ്. എന്തായാലും ഈ സൊമാറ്റോ വൈകിട്ടൊക്കെ ഓടാൻ നൈസാണ് ഗൈസ്. വൈകിട്ടൊക്കെ ഓടാൻ ഈ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ്. പാർട്ട് ടൈമും കൊള്ളാം, ഫുൾ ടൈമും കൊള്ളാം. ഞങ്ങൾ ഈ കുറച്ച് ഓടുന്ന റൈഡേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊള്ളാം, നല്ല ഒരു ഇതാണ്, നല്ല ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. മന്ത്ലിയൊക്കെ അവർ 50,000 ഒക്കെ ഏൺ ചെയ്യുന്നു പറഞ്ഞു അല്ലേ? അപ്പം അത്യാവശ്യം കൊള്ളാം. പിന്നെ കഷ്ടപ്പാടാണ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഏൺ ചെയ്യുന്നത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ത് ജോലിക്കാണ് ബുദ്ധിമുട്ടില്ലാത്തത് അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും ഇതേ കേസ് ഓർഡർ എടുക്കാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ 5th ഓർഡറിൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. MRA. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ ഓർഡറാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടെ എടുക്കട്ടെ. പിക്ക് ചെയ്ത് ഗൈസ് നമ്മുടെ ഫൈനൽ ഡെലിവറിയാണ്. ഇനി ക്ലിക്ക്ഡ് ഓർഡറും ഗൈസ് നമ്മുടെ ഫൈനൽ ഓർഡർ ഡെലിവറി ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് 46 റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നെക്സ്റ്റ് ഇല്ല, നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ടയേർഡാണ് ഗൈസ്. അങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ ഇതിൽ. ഡ്രോബാക്ക് ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേർഡാവും, വെയിൽ
പിന്നെ സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു വിഷയമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. 10 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ 10 മിനിറ്റ്സ് കഴിയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് അടുത്ത ഓർഡർ അടിക്കാം, അങ്ങനെ കുറച്ച് ഓർഡർ അടിക്കാം, അങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പോയിട്ട് ഏൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ദേ 286 രൂപ ഏൺ ചെയ്തു. നമ്മൾ 3 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ 7 മണി വരെയാണ് ഓടിയത്. അപ്പോൾ 286 രൂപയാണ് നമ്മുടെ ഏണിങ്സ്. 5 ഓർഡേഴ്സാണ് നമുക്ക് കിട്ടിയത്. അതെ, 5 ഓർഡറേ കിട്ടിയുള്ളൂ. അപ്പം കുറച്ച് കൂടുതൽ കിട്ടുവാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടും. ഞങ്ങൾ കുറച്ച് പേരെടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് ഡെയിലി ഒരു 1500 രാവിലെ തൊട്ട് രാത്രി വരെ ഓടിക്കഴിഞ്ഞാൽ കിട്ടാറുണ്ട്, നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ട് എന്ന് പറയും. ഈ പറഞ്ഞ പോലെ ഈ ഡ്രോബാക്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, അവരത് ഫേസ് ചെയ്യുന്നുണ്ട്, അവർക്കത് ഓക്കെയാണ്. പക്ഷേ ഏണിങ്സ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. വണ്ടിയിലിരുന്ന് ചിലപ്പോൾ കുറച്ച് കുറുക്ക് വഴിയിലൊക്കെ പോവേണ്ടി വരും, കാട്ടിൻ്റെ ഇടയിൽ പെട്ടുപോകും, പിന്നെ മാപ്പിലൊന്നും കാണിക്കത്തില്ല, പിന്നെ ബാക്ക് പെയിൻ, അങ്ങനെയുള്ള ഒരേ പൊസിഷനിലിരുന്ന് കഴുത്ത് നല്ല വേദന എടുക്കുന്നുണ്ട്. എനിക്ക് ബാക്ക് പെയിൻ തുടങ്ങി ഇരുന്നിരുന്ന് ഒരു 3 hours പോയുള്ളൂ. പക്ഷേ അങ്ങനെ കുറച്ച് സ്ട്രഗിളിങ് ആണ്. സ്ട്രഗിൾ ചെയ്താലേ ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഞങ്ങൾ എന്തായാലും റെസ്റ്റ് എടുക്കാൻ പോവാം ഗൈസ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.